ഹായ് നമസ്തേ വെൽക്കം ബാക്ക് വ്യൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മുടെ സോഫ്റ്റ് കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന സ്റ്റോക്കുകളുടെ റിട്ടേൺസ്, അതായത് സ്വിംഗ് ട്രേഡിങ്ങിൽ എങ്ങനെ ഒരു 5 സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 5 സ്റ്റോക്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ കിട്ടിയ റിട്ടേൺസ് ആണ്. അതിൽ എങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു ട്രേഡ്, അതിൽ ആക്യുറേറ്റ് എൻട്രി, എക്സിറ്റ്, ഫേക്ക് ട്രേഡുകൾ എങ്ങനെ അവോയ്ഡ് ചെയ്തു, ഹോൾഡ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് എക്സിറ്റ് പോയിന്റ്, എൻട്രി പോയിന്റ്, ഫേക്ക് ട്രേഡൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയി സ്വിംഗ് ട്രേഡിങ്ങിൽ കിട്ടിയ പെർഫോമൻസ് ആണ്. അതിൽ ഒ എൻ ജി സിയിൽ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നല്ല റിട്ടേൺസ് ആണ്. 3 AMന് ശേഷം മാർക്കറ്റ് അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ 6 പോയിന്റോളം അപ് ട്രെൻഡിൽ കയറി നിൽക്കുക, നല്ലൊരു ഡൗൺ സൈഡിൽ നിൽക്കുന്ന സ്റ്റോക്കായിരുന്നു. ഇപ്പോൾ ഈ 3-ാം തീയതിക്ക് ശേഷം വന്ന അപ് ട്രെൻഡിൽ നല്ല റിട്ടേൺസ് എടുത്തിട്ടുണ്ട്. അതേപോലെ ടൈറ്റൻ നോക്കുകയാണെങ്കിൽ 36-ന് ശേഷം നല്ലൊരു ബുള്ളിഷ് ട്രെൻഡാണ്. 247 പോയിന്റ്സുള്ള അപ് ട്രെൻഡിൽ നിൽക്കുവാണ്. ടോൺ ഫാർമ നോക്കുകയാണെങ്കിൽ 23-6-ന് ശേഷം മാർക്കറ്റ് 334 പോയിന്റ്സോളം ബൈയിൽ കയറി നിൽക്കുവാണ്. അതേപോലെ നമുക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് 15-6-ന് ശേഷം മാർക്കറ്റ് 330 പോയിന്റ്സോളം ബുള്ളിഷിൽ കയറി നിൽക്കുകയാണ്. 1779 കയറി ഇപ്പോഴും മാർക്കറ്റ് ഇന്നും നോക്കുകയാണെങ്കിൽ എഗെയിൻ ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്. നല്ല റിട്ടേൺസ് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ സോഫ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ വെൽകോപ്പിനെ നോക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് വന്ന ബുള്ളിഷ് മൂവ്മെൻറ്റ് 8-7-ന് ശേഷം വന്ന ബുള്ളിഷ് മൂവ്മെൻറ്റിൽ നിന്ന് 41 പോയിന്റ്സോളം ബൈ കയറി നിൽക്കുവാണ്. അതിന് മുമ്പും ഇത് 6 മാസങ്ങളായിട്ട് ബൈ കയറി നിൽക്കുന്ന സ്റ്റോക്കാണ്. നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റ്, നല്ലപോലെ ഹോൾഡ് ചെയ്തിട്ട് നല്ല റിട്ടേൺസ് കിട്ടിയ സ്റ്റോക്കാണ്. നമുക്ക് മാർച്ചിന് ശേഷം 27 മാർച്ച് ശേഷം 806-ന്ന് പോയതാണ്. ഇപ്പം 1598 പോയിന്റ്സിലാണ് നിൽക്കുന്നത്. സ്വിംഗ് ട്രേഡിംഗ് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് നല്ല റിട്ടേൺസ് ആണ് കിട്ടിയത്. നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പം ഇതിനകത്ത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാനിത് കാണിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ടൈം ഫ്രെയിം സെറ്റ് ചെയ്യേണ്ടത് സ്വിംഗ് ട്രേഡിംഗ് 1 hour 4 hour 4 hour കുറച്ചുകൂടി ലോങ് ടൈമിലാണ്. 1 hour നമുക്ക് ആക്ച്വലി 1 hour 4 hour വയ്ക്കാം. 1 വീക്കിലേക്ക് ഹോൾഡ് ചെയ്യുന്ന 30 ടൈം ഫ്രെയിം വെച്ചാൽ മതി. അപ്പോൾ ലോങ് ടൈമിലേക്ക് നമുക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന 1 hour 4 hour ടൈം ഫ്രെയിം സജസ്റ്റ് ചെയ്യാം. ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് നമുക്ക് ലാസ്റ്റ് വന്ന ബൈ തന്നെ കണ്ടിന്യൂ ആണ്. ലാസ്റ്റ് നമുക്ക് കിട്ടിയത് 15-6-നാണ് ബൈ കിട്ടിയിരിക്കുന്നത്. അതിൽ നമുക്ക് 1.25 കിട്ടിയ സിക്കിളാണ്. 1779 കിട്ടിയതാണ്. ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് 3ഉം അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും കയറി നിൽക്കുകയാണ്. അതിൽ ഫസ്റ്റ് ബ്രേക്കൗട്ടിന് ശേഷം നെക്സ്റ്റ് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് 1885 രണ്ടാമത് ബ്രേക്ക് ചെയ്ത് കയറി ഇപ്പം നിൽക്കുന്ന 2113 എപ്പോഴും ഇന്നും ബുള്ളിഷ് കയറി നിൽക്കുകയാണ്. നമുക്ക് നല്ലൊരു ട്രേഡായിരുന്നു. ഫസ്റ്റ് ട്രേഡ് മിസ്സാർക്ക് നെക്സ്റ്റ് ട്രേഡ് എടുക്കാനുള്ള ഒരു അവസരം സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. അതിൽ ടൈം ഫ്രെയിം മാറ്റി നോക്കിയാൽ അവിടെ നമുക്ക് പുതിയ സിക്കിൾ കാണാം. ടൈം ഫ്രെയിം മാറ്റി നോക്കിയാൽ ഇപ്പോൾ ഇന്ന് നമുക്ക് തന്ന സിക്കിൾ ഈ ഗോദ്രേജിൻ്റെ കാണാൻ പറ്റും. ഇടയ്ക്കൊരു ചെറിയൊരു ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് 1 hour ലാസ്റ്റ് ഇപ്പോൾ ഇന്ന് കിട്ടിയ സിക്കിളാണ്. 2083-ന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് 27 പോയിന്റ് കയറി നിൽക്കുകയാണ്. നമുക്ക് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രേഡാണ്. 27 പോയിന്റിന് കയറി നിൽപ്പുണ്ട്. ഇപ്പോഴും ഇന്ന് മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. 31 പോയിന്റ്സ് ഇപ്പോൾ രണ്ടാമത് റീ എൻട്രി സെഷൻ തന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് നല്ല ബുള്ളിഷാണ്. ഇപ്പോൾ ഇടയ്ക്കൊന്ന് ഡൗൺ ഇറങ്ങിയ ശേഷം രണ്ടാമത് തന്ന സിക്കിളാണ് നമുക്ക് കിട്ടി. ഈ 2 ദിവസമായിട്ട് ഹോൾഡ് ചെയ്തവർക്ക് നല്ല റിട്ടേൺസ് ഉണ്ട്. 2 days ആയിട്ട് ഹോൾഡ് ചെയ്യുക 87 പോയിന്റ്സ് ആണ് കയറി നിൽക്കുന്നത്. 15 minutes നോക്കിയാൽ കാണാം. 15 minutes ടൈം ഫ്രെയിം നമ്മൾ വെക്കുന്നത് 2 ദിവസമൊക്കെ ഹോൾഡ് ചെയ്യാനാണ്. ആ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഇന്നലെ കിട്ടിയ സിഗ്നലാണ്. അതിൽ 2027 എടുത്ത ട്രേഡിന് 90 പോയിന്റ്സ് 2 ദിവസമായിട്ട് ഹോൾഡ് ചെയ്തവർക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കൊരു ചെറിയ ഡൗൺ പോയായിരുന്നു. ആ ടൈം ഫ്രെയിം മാറ്റി നോക്കിയാൽ നമുക്ക് ആ പുൾ ബാക്ക് ചെയ്യുന്ന മാർക്കറ്റിൻ്റെ റിട്രേസ്മെൻറ്റിൽ നിന്ന് അടുത്ത ട്രേഡ് എടുക്കാൻ നമുക്ക് സാധിക്കും. അതിൽ ടൈം ഫ്രെയിം മൾട്ടി ടൈം ഫ്രെയിം കമ്പയർ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ലോങ് ടൈമിലേക്ക് മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് തന്നെ നമുക്ക് വലിയ ടൈം ഫ്രെയിം കറക്റ്റായിട്ട് ആ ട്രേഡ് കാണിച്ചു തരും. അപ്പം നെക്സ്റ്റ് ടോൺ ഫാർമ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷാണ്. നമുക്ക് ലാസ്റ്റ് 23-ന്ന് കിട്ടിയ സിഗ്നലിൽ നിന്ന് നമുക്ക് 1 hour നോക്കുകയാണെങ്കിൽ 315. ഇപ്പം ഇന്നും നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഡൗൺ ഇറങ്ങി. അവിടെ ഫസ്റ്റ് മോർണിംഗിൽ തന്നെ ഓപ്പൺ ആയപ്പോൾ ഓറഞ്ച് കളർ തന്ന് 1 minute 5 minutes 50 minutes ഒക്കെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് കാണിച്ചിട്ടുണ്ട്. എക്സിറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ആക്ച്വലി കളർ ഷെയിനിലൂടെ തന്നിട്ടുണ്ട്. പക്ഷേ താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആയതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ കളർ അവിടെ എക്സിറ്റ് ചെയ്ത് വിടാം. ഓൾറെഡി 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നല്ലൊരു ബുള്ളിഷ് തന്നെയാണ്. ഇപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് ഡൗൺ ഇറങ്ങി. തിരിച്ച് നമുക്ക് സെൽ സൈഡിലേക്ക് തന്നിട്ടില്ല. തിരിച്ച് നമുക്ക് കയറാൻ നമുക്ക് അവിടെ പുൾ ബാക്ക് മാത്രമേ നമുക്ക് വലിയ 1 hour കാണിച്ചിട്ടുള്ളൂ. അപ്പം ടൈറ്റൻ്റെ നോക്കുകയാണെങ്കിൽ ടൈറ്റൻ നമുക്ക് 4 hour നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ബുള്ളിഷ് ട്രെൻഡ് ഉണ്ട്.
ഇപ്പോൾ ഈ ലാസ്റ്റ് 1 അവർ നോക്കാം, ലാസ്റ്റ് വന്ന് നമുക്ക് ബുള്ളിഷ് ട്രെൻഡ് കിട്ടിയെങ്കിൽ 36 അവിടുന്ന് മാർക്കറ്റ് നോക്കാം 245 പോയിന്റ്സിലാണ് നിൽക്കുന്നത്. 4341 എടുത്തതാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 4585 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അപ്പോൾ 13 ശേഷം നല്ലൊരു ഹോൾഡ് ചെയ്ത സ്റ്റോക്കുകളെല്ലാം നല്ല റിട്ടേൺസ് കിട്ടിയാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ വെൽ കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വന്ന സിക്ലിൽ നമുക്ക് ഇടയ്ക്കൊരു ഡൗൺ സൈഡ് പോകും. ലാസ്റ്റ് വന്ന സിക്ലിൽ നിന്ന് നമുക്ക് 40 പോയിന്റ്സിൻ്റെ എബവ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ 1 അവറിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ലാസ്റ്റ് സിക്ലിൽ കൊടുത്തത് നമുക്ക് 6 അതിൽ 1509 എടുത്താണ് 89 പോയിന്റ്സിലാണ് നിൽക്കുന്നത്. അതിന് മുമ്പും നമുക്ക് ബുള്ളിഷാണ്. നമുക്ക് 6 മാസമായിട്ട് നമുക്ക് ബൈ പോകുന്ന സ്റ്റോക്കാണ്. നല്ലൊരു റിട്ടേൺസ് കിട്ടിയ സ്റ്റോക്കാണ്. ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്തെടുക്കാൻ നല്ല ഹ്യൂജ് റിട്ടേൺസ് കിട്ടുക, അത്രയ്ക്ക് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. അതേപോലെ ONGC നോക്കുകയാണെങ്കിൽ ONGCയിൽ നല്ലൊരു ഡൗൺ നിൽക്കുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ ഈ 3-ാം തീയതിക്ക് ശേഷമാണ് ഇത് മാർക്കറ്റിന് ഒരു നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നത്. അതിൽ 238 എടുത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 245 6 പോയിന്റുള്ള അപ്ടണിൽ ഇന്നും ബുള്ളിഷ് തന്നെയാണ്. നമുക്ക് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, സ്വിംഗ് ട്രേഡിങ്ങിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ ഫിറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റിൽ കാണിച്ചു തരും. അതിൽ നമുക്ക് സിഗ്നൽ വരുമ്പോൾ കൺഫർമേഷൻ കാൻഡിൽ കളറും താഴത്തെ ബാറും കൂടെ ഒന്നിച്ച് വരുമ്പോൾ എടുക്കുക. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വന്നാൽ മാത്രം ട്രേഡ് അടിച്ച ഗോദ്രേജിന് നമുക്കത് സിഗ്നൽ വന്നപ്പോൾ തന്നെ താഴെ ഗ്രീൻ ഉണ്ട്, അവിടെ തന്നെ ട്രേഡ് എടുക്കാം. അവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഇന്നും ബുള്ളിഷിലേക്ക് കയറി. ഇടയ്ക്കും ചെറുതായിട്ട് ഡൗൺ ഇറങ്ങിയെങ്കിലും ടോട്ടൽ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ബൈ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് സോഫ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലോങ് ടേമിലേക്ക്. സിഗ്നൽ എക്സ്ട്രാ കളർ നമുക്ക് എക്സിറ്റ് ലെവൽ എക്സ്ട്രാ കളർ വന്നാൽ എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ താഴത്തെ ബാർ കളർ മാറുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം.